എല്ലാ വ്യൂവേഴ്സിനും ഷീനാസ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കബ്സ റൈസാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു അറേബ്യൻ റൈസാണിത്. എങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ചൂടുകട്ടിയുള്ള പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഒരു 6 വലിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് കളർ മാറി വരുന്നവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഇതാ കളർ നന്നായി മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചവാസന മാറി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കബ്സ മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് കടയിൽ നിന്നെല്ലാം മേടിക്കാൻ കിട്ടും. ഞാൻ സാധാരണ മാണിയൻസ് എന്ന ബ്രാൻഡിൻ്റെ കബ്സ മസാലയാണ് സാധാരണ ഉപയോഗിക്കാറ്. കബ്സ റൈസിനും മന്തി റൈസിനൊക്കെ അത് നല്ല ഫ്ലേവറും നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡാണ്. ഇനി നമ്മൾ കുറച്ച് പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, മല്ലി അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഉണക്കനാരങ്ങ, പിന്നെ ഒരു മാഗി ക്യൂബ് എന്നിവ കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഈ ചേരുവകളെല്ലാം എണ്ണയിൽ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 2 തക്കാളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ തക്കാളി നമ്മൾ അങ്ങനെ മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്തതാണ്, നമ്മൾ വേവിച്ചെടുത്തിട്ടൊന്നുമില്ല. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഇതാ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്തിളക്കാൻ പോവുകയാണ്. അധികം ഒരു സ്പൈസി അല്ലാത്തൊരു റൈസാണിത്. അറേബ്യൻ ഡിഷസ് ഒന്നും അധികം നമ്മളെ പോലെ സ്പൈസി ആയിട്ടുള്ള ഡിഷസ് ആയിരിക്കില്ല. ഇപ്പോൾ നമ്മൾ ചിക്കൻ ആവശ്യമായിട്ടുള്ള മസാലയെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ എന്നിവ ഇട്ട് കൊടുത്ത് ഒരു അരമണിക്കൂർ മുന്നേ എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇവിടെ ഞാൻ ചിക്കന് അധികം വലിയ പീസാക്കിയിട്ടല്ല എടുത്തിട്ടുള്ളത്. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് എടുക്കുന്ന പോലെ വലിയ പീസസ് അല്ല, ഒരു മീഡിയം സൈസ് പീസാണ്. അത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കൻ ഞാൻ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്കിത് തുറന്ന് നോക്കുകയാണെങ്കിൽ ചിക്കനിലെ വെള്ളം എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ചിക്കൻ വെന്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, മുഴുവനായിട്ട് വെന്ത് വന്നിട്ടില്ല. ഇനി നന്നായി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം എന്നുള്ളത് നമ്മൾ ചിക്കനും റൈസിനും കൂടി വെന്ത് വരാനുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ഈ കപ്പിന് ചേർത്ത് കൊടുക്കുന്നത്. അത് ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ 1 കിലോ കബ്സ റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ റൈസ് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ആണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഞാനിവിടെ 1 കിലോ കബ്സ റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 1 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇപ്പോൾ എടുത്ത് നമ്മൾ ഊറ്റി വെച്ചതാണിത്. ഇനി നമുക്ക് ചിക്കൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. വെള്ളം നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ സമയത്ത് നമ്മൾ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുകയാണ്. 1 കിലോ കബ്സ റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മളത് മുഴുവനായിട്ട് ഇത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഈ ചിക്കനും റൈസും നമ്മൾ ഒന്നിച്ചാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ തുറന്ന് നോക്കാതെ വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്.
ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ റൈസ് എല്ലാം വെള്ളമെല്ലാം വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. റൈസും ചിക്കനും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അടിക്കൊന്നും പിടിക്കാതെ റൈസ് വെന്ത് കുഴഞ്ഞൊന്നും പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് മല്ലിയില കൂടി ഒന്ന് വിതറി കൊടുക്കാം. അടപ്പ് തുറന്നതിന് ശേഷം നമ്മൾ ഈ ആവിയെല്ലാം ഒന്ന് കളഞ്ഞ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ അറേബ്യൻ കബ്സ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. നമുക്ക് ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്ന പോലെ അത്ര സമയമോ അത്ര ബുദ്ധിമുട്ടോ ഒന്നും തന്നെയില്ല. വളരെ പെട്ടെന്ന് 1 മണിക്കൂറിനകം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക, ഷെയർ ചെയ്യുക. താങ്ക് യു.